ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേൾക്കാനിടയായി തീർന്നു. ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണ പ്രകാരം ദാവീദ് മരണയോഗ്യനാണ്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയുമാണ്. എന്നാൽ അവനെ ദൈവം മരിക്കാതെ വണ്ണം വീണ്ടെടുക്കാനിടയായി തീർന്നു. എന്തുകൊണ്ട് വീണ്ടെടുത്തു എന്നുള്ള ചോദ്യമാണ് നമ്മൾ കേൾക്കാനിടയായി തീർന്നത്. അതിന് മുൻനിർണയം എന്നൊരു വാക്ക് മുസ്തലിൽ കൂടി പറഞ്ഞു. അത് മുൻനിർണയം ശരിയാണ്. അപ്പൊ മുൻനിർണയിച്ചവർക്ക് വേണ്ടിയിട്ട് ദൈവം അനീതി കാണിക്കും എന്നുള്ളത് അതിൽ നിന്നൊരു ധ്വനി വരുന്നുണ്ട്. അങ്ങനെയല്ല. എന്തുകൊണ്ട് ദാവീദിനെ വീണ്ടെടുത്തു എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം കിട്ടണം. പാപം ചെയ്യുന്ന ദേഹി അങ്ങനെ പറഞ്ഞു മരിക്കും. പാപം ചെയ്യുന്നവരാ മരിക്കുന്നവരാ? പാപം ചെയ്യുന്ന ആ വാക്ക് പുറത്തോളൂ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. കഥാർത്ഥം അവിടെയാണ്. പാപം ചെയ്യുന്നവൻ എല്ലാം മരിക്കുമെങ്കിൽ ആരും ജീവനോട്ടിരിക്കില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ ഒരു മനുഷ്യൻ ചെയ്യുന്നതില് ദേഹി ചെയ്യുന്ന പാപമുണ്ട്, അല്ലെങ്കിൽ ദേഹി ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, അല്ലാത്തൊരു ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയാലേ അതിലുള്ള ദൈവത്തിന്റെ നീതി മനസ്സിലാവും. കർത്താവിന്റെ അടുക്കൽ കർത്താവിനോട് ക്രൂശീകരണത്തെ കുറിച്ച് പത്രോസ് പറഞ്ഞു, കർത്താവെ നിനക്കത് ഭവിക്കരുത്, നിനക്കത് ഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, സാത്താൻ എന്നെ വിട്ടുപോകും. ആരോട് പറഞ്ഞു? ദൈവം പത്രോസിന്റെ ദേഹിയോടാണോ പറഞ്ഞത്? അല്ല. ദേഹി അങ്ങനെ പറഞ്ഞ കാര്യം വേറെയാണ്. ദൈവത്തോട് പത്രോസിൽ കൂടി പറയുന്ന സാത്താനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തോട് യേശുവിനോടത് പറഞ്ഞത് പത്രോസിന്റെ ദേഹിയല്ല, പിന്നെയോ പത്രോസിൽ കൂടി സാത്താൻ പറഞ്ഞതാണ്. ഇവിടെയാണ് പ്രശ്നം. അപ്പൊ മനുഷ്യൻ സ്വതവേ തന്റെ ഉള്ളമറിഞ്ഞ് ദേഹി ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അവനിൽ കൂടി പിശാച് പ്രവർത്തിക്കുന്ന പ്രവൃത്തികളുണ്ട്. ഉദാഹരണമായിട്ട് ദാവീദ് ജനത്തെ എണ്ണി. ജനത്തെ എണ്ണിയത് എന്തുകൊണ്ടാണ്? ജനത്തെ എണ്ണാൻ പാടില്ല. ജനത്തെ എണ്ണണമെങ്കിൽ അതിന്റെ വീണ്ടെടുപ്പ് ദ്രവ്യം കിട്ടുകയാണ്. പക്ഷെ ജനത്തെ എണ്ണിയത് എന്തുകൊണ്ടാണ്? സാത്താൻ ദാവീദിനോട് തോന്നിച്ചു. അപ്പൊ ചെയ്തത് ദാവീദിന്റെ ദേഹിയല്ല, പിന്നെയോ സാത്താൻ ദാവീദിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ കർത്താവിന്റെ വചനം പുതിയ നിയമത്തിൽ പഠിക്കുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. അറിയായ്മയുടെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റും പാപവും എല്ലാം ചെയ്തിട്ടുണ്ട്. ജീവിതം മുഴുവനും കൊലയും അക്രമവും കവർച്ചയും കൊള്ളയുമായിട്ട് ജീവിച്ചവനാ കർത്താവിനോട് ക്രൂശിക്ക് കിടന്നപ്പോ വിളിച്ചപേക്ഷിച്ചപ്പോ
നീ എന്നോടുകൂടെ പരദേശിലിരിക്കുന്നു പറഞ്ഞു. അവൻ അറിയായ്മയുടെ കാലത്താ ചെയ്തതെന്നാ പറയുന്നത്. എന്തറിയായ്മയുടെ കാലത്ത്? ആരറിയായ്മയുടെ കാലത്ത്? ആ ചെയ്തത് മുഴുവനും അവന്റെ ദേഹിയല്ല, മുൻ നിയമിക്കപ്പെട്ട ദേഹിയല്ല. മുൻ നിയമിക്കപ്പെട്ട ദേഹിയാണ് ചെയ്തതെങ്കിൽ അവന് വിടുതലില്ല. പിന്നെ ആരാണ് ഇത് ചെയ്തത്? ഊരിയാവിന്റെ ഭാര്യ എടുത്തത് ആരാ? ഊരിയാവിനെ കൊന്നത് ആരാ? അതാണ് ദാവീദിന്റെ അസ്ഥിയോട് ചോദിച്ചാൽ മതി എന്നാ പറഞ്ഞു. ദാവീദിനോടല്ല, ദാവീദിന്റെ അസ്ഥിയോട്. അതാണ് 35-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുന്നത്. എന്താണ്? 35-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. വായിക്കണം. 35-ാം സങ്കീർത്തനം. യഹോവേ നിനക്ക് തുല്യൻ. ദാവീദ് പറയുകയാണ്, യഹോവേ നിനക്ക് തുല്യൻ ആര്? ഒന്ന്, എളിയവൻ അവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നുവെന്ന് എന്റെ അസ്ഥികളൊക്കെയും പറയും. ദാവീദിന്റെ അസ്ഥി എത്ര? ഒരു മനുഷ്യന് എത്ര അസ്ഥിയുണ്ട്? സയൻസ് പഠിപ്പിക്കുന്ന എത്രയാ? 206. 206 അസ്ഥി ഉണ്ടെന്നാണ്. ദാവീദ് മരിച്ചു കഴിഞ്ഞപ്പോ എത്ര അസ്ഥി ഉണ്ടായിരുന്നു? മറ്റുള്ളവരൊക്കെ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എത്ര അസ്ഥി ഉണ്ടോ? സാധാരണ ലോകപ്രകാരം നടന്ന് അക്രമവും ദോഷമായിട്ട് നടക്കുന്നവന് ചിലപ്പോൾ 210 ഉണ്ടാവും, അല്ലെങ്കിൽ 220 ഉണ്ടാവും. എന്തായിരുന്നാലും ആ അസ്ഥി കൃത്യമായിട്ട് അത്രേ അസ്ഥി മരിച്ചതിന് ശേഷം ഉണ്ടാകുന്നത് വളരെ ചുരുക്കം പേർക്കാം. കാരണം അസ്ഥിക്ക് എണ്ണം കൂടും, ഒടിയുമ്പോൾ അസ്ഥിക്ക് എണ്ണം കൂടും. എന്നാൽ ദാവീദിന്റെ അസ്ഥി ഒടിയില്ല. ദൈവത്തിന് വരുമ്പോൾ നീതിമാന്റെ അസ്ഥി ഒടിയില്ല. ദാവീദ് നീതിമാനോ? ദാവീദ് നീതിമാനാണ്. അവരുടെ അസ്ഥിയോട് ചോദിച്ചാൽ മതി. ഒടിക്കേണ്ടതായിരുന്നു. പക്ഷേ ദാവീദിന്റെ അകൃത്യം അത് ചെയ്തത് ദാവീദിന്റെ ഉള്ളം അറിഞ്ഞിട്ടല്ല. പിന്നെയോ കവർച്ചക്കാരനും എളിയവനെ കീഴ്പ്പെടുത്താൻ നടക്കുന്ന ശക്തി ലോകത്തിലുണ്ട്. അത് വലിയൊരു പഠനമാണ്. ഒരു മനുഷ്യൻ എളിയവനാണെങ്കിൽ അവന്റെ മേൽ ആധിപത്യം നടത്തുന്ന ശക്തി ഈ ലോകത്തിലുണ്ട്. അവരാണ് ഇത് ചെയ്തത്. അത് നാഥപ്രവാചകൻ പറയുന്നുണ്ട്. ഒരു ധനവാനായ ഒരുത്തനുണ്ടായിരുന്നു. ആ ധനവാന്റെ വീട്ടിൽ ആര് വന്നു? ഒരു വഴിപോക്കം വന്നു. ഈ വഴിപോക്കം വന്നു കഴിയുമ്പോ അവന് വേണ്ടിയിട്ട്, ഈ വഴിപോക്കിന് വേണ്ടിയിട്ട് അവരുടെ ആടിനെ ഒരു വിരുന്നൊരുക്കി. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ദാവീദിന്റെ ദേഹിയെല്ലാം ചെയ്തില്ല. ദാവീദിനെ വ്യാപരിച്ച, ദാവീദിനെ കീഴ്പ്പെടുത്തിയ, എളിയവനെ കീഴ്പ്പെടുത്തുന്ന ശക്തി ദാവീദിനെ കീഴ്പ്പെടുത്തി. ദാവീദിൽ കൂടി അത് പ്രവർത്തിച്ചു. അപ്പോഴും ദാവീദിന്റെ ഉള്ളത്തിൽ ദേഹി ഇതിൽ പങ്കില്ലാതെ കിടക്കുന്നുണ്ട്. അവന് ന്യായപ്രമാണം അറിയാം. ഇത് ചെയ്യുന്നവൻ മരണയോഗ്യനാണെന്നും ആ ദേഹിക്കറിയാം. അതുകൊണ്ട് തന്നെ അസ്ഥികളൊന്നും ഒടിയാൻ ഇടയായി തീർന്നില്ല എന്ന് അസ്ഥികൾ പറയുക. ഒരൊറ്റ അസ്ഥി ഒടിയില്ല. നാളുകൾക്ക് ശേഷം നാഥാം പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോ ഒരു അനീതിയുടെ ചരിത്രം കേട്ടപ്പോൾ അവന്റെ ഉള്ളമുണർന്നു. അവൻ ആരായാലും മരണയോഗ്യൻ. ആരാ മരണയോഗ്യൻ? മരണയോഗ്യൻ. ന്യായപ്രമാണത്തിന് മാറ്റമില്ല. ന്യായപ്രമാണ പ്രകാരം മരണയോഗ്യനെങ്കിൽ മരിച്ചേ മതിയാവും. ആ മരണയോഗ്യനായവനെ എങ്ങനെ വീണ്ടെടുക്കും? ദൈവത്തിന്റെ നീതി എന്താ? ദാവീദ് അല്ല അത് ചെയ്തത്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന പോലെ
അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം, എന്നെ കീഴ്പ്പെടുത്തിയ ആ പാപം അതാണ് ചെയ്യുന്നത്. ആ പ്രാണനിൽ ഇപ്പോഴും ദൈവത്തിന്റെ ന്യായപ്രമാണം കിടപ്പുണ്ട്. ആ ന്യായപ്രമാണമാണ് ഉണർന്ന് പറഞ്ഞത്, അവൻ ആരായാലും മരണയോഗ്യം. അങ്ങനെ അവനെ വീണ്ടെടുക്കാൻ ദൈവത്തിന് സാധിച്ചു. ദൈവം അവനെ വീണ്ടെടുത്തു. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അനവധി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പറയുന്നു. നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കും അതിനു മുമ്പും എല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ഒന്നാണ്. കാരണം ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിൽ നമ്മൾ ചിന്തിക്കുന്നു, സംസാരിക്കുന്നു. നമുക്ക് ചില ഹൃദയത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ഈ തീരുമാനങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന, നമ്മുടെ ആത്മാവിൽ കിടക്കുന്ന ദോഷങ്ങളിൽ നിന്നാണ്. ഈ ദോഷങ്ങളിൽ നീങ്ങിപ്പോകണമേ, ഇതിനെ നീക്കിക്കളയണമേ. അതോടുകൂടി ശുദ്ധമാവുകയാണ്. അതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതോടുകൂടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം മാറ്റം വരും. എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരികയാണ്. യഥാർത്ഥത്തിൽ ദൈവം മുൻകണ്ടിട്ടുള്ള നമ്മുടെ ദേഹി ഈ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ അനുഭവങ്ങളും എല്ലാം കണ്ട് ദുഃഖിച്ച് വേദനപ്പെട്ട് ഉള്ളിൽ കിടക്കുകയാണ്. അതിനിടയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പല പ്രവൃത്തികളും സംസാരങ്ങളും എല്ലാം നമ്മുടെ ജഡത്തിൽ നിന്നും, നമ്മുടെ മനുഷ്യാത്മാവിൽ അഗാധമായി കിടക്കുന്ന ദോഷങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത് ഒരു 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 ഭാഗം വളരെ പ്രവർത്തിച്ചു ഒരു വലിയൊരു ശുദ്ധീകരണം അതിൽ നൽകുവാനിടയായി തീർന്നിട്ടില്ല. അത് പരിപൂർണമായിട്ട് വിട്ടുപോയാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയും വന്നിട്ടുള്ള സകല പിഴവുകളും അത് നമ്മളല്ല ചെയ്യുന്നത്. നമ്മുടെ പ്രാണനിൽ ഇപ്പോഴും ന്യായപ്രമാണം ഉണ്ട് എന്ന് തെളിയിക്കത്തക്കവണ്ണം ഒരനുഭവം നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് വിടുതലാണ്. കർത്താവിന്റെ വിടുതൽ നമുക്ക് മുമ്പിലേക്ക് വരികയാണ്. ആ വിടുതൽ അനുഭവിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. തടസ്സങ്ങളൊക്കെ നീക്കി നമ്മുടെ പ്രാണനിൽ കിടക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഉൾനട്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള നീതി തന്നെ നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വന്ന് ആ നീതി ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ സകല ദോഷങ്ങളും മായിച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവിന്റെ ആത്മാവ് നമ്മെ നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലേക്ക് മുക്കളമടക്കാൻ പ്രാർത്ഥിക്കാം.